ഇതാണ് നമ്മുടെ അവസ്ഥ ഗൈസ്. നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ലൈറ്റൊക്കെ സെറ്റാക്കി ഇരിക്കുമ്പോൾ ഇങ്ങനെ ചില കുരുപ്പുകൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൊളാക്കി കൈത്തിരുന്നതാണെന്നാണ് ഞാൻ ഇവിടെ തെളിയിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് വീട്ടിലെന്തെങ്കിലും ഇതുപോലത്തെ ചെറിയ സാധനങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് അകത്ത് കളയുക, എന്നിട്ട് മാത്രമേ വീഡിയോ എടുക്കൂ. ഭയങ്കര മെനക്കെട്ട പണിയാണ് ഗൈസ്, നിങ്ങളൊക്കെ മേയിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളതെന്ന് പറയുമ്പോഴേക്കും വീണ്ടും കഥ തുറന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാലും നമ്മൾ അതൊന്നും വ്യതിചരിക്കരുത്. ഞാൻ മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, 2 സിറംസ് ഒരുമിച്ച് ഉപയോഗിക്കാമോ, ഏതൊക്കെ സിറംസ് ഒരുമിച്ച് ഉപയോഗിക്കാം, ഏതൊക്കെ സിറംസ് ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സംഭവമാണ്. ആക്ച്വലി 2 സിറംസ് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും, കാരണം ഒരാൾക്ക് ഒരുപാട് സ്കിൻ കൺസേൺസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ 2 സിറംസ് ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അത് ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞത് ഞാൻ പറയാൻ വന്നത് മറന്നുപോയിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ സിറംസ് ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ചില സിറംസ് ഉണ്ട്. ഇത് ഹൈലറോണിക് ആസിഡ് സിറമാണ്, മെയിനായിട്ട് ഫേസ് ഹൈഡ്രേറ്റ് ചെയ്യാനുള്ളൊരു സാധനമാണ്. അതുപോലെ നയാസിനമൈഡ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗമുള്ള എല്ലാ സിറത്തിൻ്റെ കൂടെയും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ 2 സിറംസ് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാത്തിൻ്റെയും കൂടെയും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് അതൊന്ന് മുൻകൂട്ടി പറഞ്ഞതാണ്. ഇനി ഏതൊക്കെ സിറംസ് ആണ് ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കീട്ടിലും പണി കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഞാൻ പറഞ്ഞുതരാം, ഏതെങ്കിലും 2 സിറംസ് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര നല്ല കോമ്പോസ് ഉള്ളതും ഉണ്ട്. അപ്പം എന്തുവാണെങ്കിലും ഈ വീഡിയോ ശ്രദ്ധിച്ചേക്കാം. എല്ലായിടത്തും ഓരോ പോയിന്റ്സ് ഉണ്ട്, കാരണം നിങ്ങളിപ്പം അറിയാതാണെങ്കിലും ഒരുമിച്ച് ഉപയോഗിക്കുന്ന പണി കിട്ടും. ഗ്ലൈക്കോളിക് ആസിഡും വിറ്റമിൻ സി, ഇതാര് കിട്ടും നോട്ടിഫിക്കേഷൻ, അത് ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സീനാവും ഗൈസ്. അതുപോലെ റെറ്റിനോളും വിറ്റമിൻ സി ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫേസിൽ ഇറിറ്റേഷനും ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരുമിച്ച് ഉപയോഗിക്കില്ല. രാവിലെയും രാത്രിയായിട്ട് ഉപയോഗിക്കാം. സാലിസിലിക് ആസിഡും റെറ്റിനോളും ഒരേ സമയത്ത് ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുഖത്ത് കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. റെറ്റിനോയിനും ബെൻസോയിൽ പെറോക്സൈഡും ഒരുമിച്ച് ഉപയോഗിക്കരുത്, നല്ല പണി കിട്ടും. പൊള്ളാനും സ്കിന്നിന് പീലാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റെറ്റിനോളും ഗ്ലൈക്കോളിക് ആസിഡും ഓവറായിട്ട് സ്കിൻ എക്സ്പോളിയേറ്റ് ആവും, ഒരുപാട് പീലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് അത് രണ്ടും ചെയ്യരുത്. അതേപോലെ വിറ്റമിൻ സിയും സാലിസിലിക് ആസിഡും ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുരു വരും, അതും ശ്രദ്ധിക്കാൻ നോക്കുക. ഈ വിറ്റമിൻ സി ടോണറോ മോയ്സ്ചറൈസറോ ആണെങ്കിൽ കൂടിയും അതിൻ്റെ കൂടെ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യരുത്. പിന്നെ AHAസും റെറ്റിനോളും ഓവറായിട്ട് സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യും. നമുക്കത് രണ്ടും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ്സ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി സ്കിൻ കെയർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കിടിലമായിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് സാലിസിലിക് ആസിഡും നയാസിനമൈഡും. നിങ്ങളുടെ സ്കിൻ ക്ലിയർ ആക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഈ 2 കോമ്പോസാണ്. ഇത് 2 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, പറ്റുന്നെങ്കിൽ തൊണ്ടയിലെ വെള്ളം പറ്റി കേസ്, പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് ഉപയോഗിക്കാൻ നോക്കുക, അടിപൊളിയാണ്. അതുപോലെ വിറ്റമിൻ സിയും കോജിക് ആസിഡും ഭയങ്കരമായിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനും സ്കിന്നൊരു ഭയങ്കര ജീവൻ വെച്ച പോലൊക്കെ തോന്നും. പക്ഷേ വിറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ സ്കിൻ ഡാർക്ക് ആവും. അതും കൂടി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ എന്തായിരുന്നു, റെറ്റിനോളും പെപ്റ്റൈഡ്സും. റെറ്റിനോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സാധനമാണ്. പെപ്റ്റൈഡ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റും ചെയ്യും, ഫേസ് ആൻറ്റി ഏജിങ്ങും റെജുമിനേറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കുറേയൊക്കെ ഞാൻ മറന്നു പോയി, ഞാൻ എവിടേക്കോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. എന്നാലും ഞാൻ ഓർത്തിട്ട് വളരെ എന്തായിരുന്നു പറയുന്നതിന് കീനായിട്ട് സെർച്ച് ചെയ്തിട്ട് ഞാൻ അവസാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. വിറ്റമിൻ സിയും സൺസ്ക്രീൻ, അതാണ് മെയിൻ കാര്യം, ഞാൻ മറന്നുപോയതാണ്. വിറ്റമിൻ സിയും സൺസ്ക്രീനും ഒരുമിച്ച് വേണം ഉപയോഗിക്കാൻ. സൺസ്ക്രീൻ ഇടാതെ, വിറ്റമിൻ സി ഇട്ടിട്ട് സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നല്ല രീതിയിൽ ഡാർക്ക് ആവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. വേണമെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കാണണം, കാരണം ഇതൊക്കെ എവിടെയെങ്കിലും എഴുതി വെക്കാൻ നോക്കാം. നിങ്ങൾ അറിയാതെ പോലും ഇതൊക്കെ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല ഇഷ്യൂ ആണ്, പിന്നെ റിക്കവർ ചെയ്ത് വരാൻ ഭയങ്കര പാടാണ്. പിന്നെ സെറമൈഡ്സും ഹൈലറോണിക് ആസിഡും ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിച്ചോ, ഇത് 2 നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. അതുപോലെ നല്ല ഏജ് ഉള്ളവർക്കും ഭയങ്കര കിടിലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇനി ഏത് സിറംസ് ആണെങ്കിലും ശ്രദ്ധിക്കാൻ നോക്കാം, നിങ്ങളുടെ സ്കിന്നിന് ഈ ഇഷ്യൂ ഉണ്ടോ എന്നറിഞ്ഞിട്ടേ ആ സിറംസ് ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ മെയിനായിട്ട് സിറംസ് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് കോമൺലി കാണുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഈ ആപ്ലിക്കേറ്റർ ഇങ്ങനെ മുഖത്തോട്ട് കൊണ്ടുവന്നിട്ട് മുഖത്ത് ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് സിറം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ എടുത്തിട്ടോ ഉരച്ചിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുഖത്ത് ഇനി ഇട്ടിട്ട് തന്നെ നല്ല രീതിയിൽ ഉരയ്ക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതെല്ലാം തെറ്റായിട്ടുള്ള രീതിയാണ്. അതിന് പകരമായിട്ട് ചെറുതായിട്ട് മുഖത്തിങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കില്ലേ, നിങ്ങൾ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരയ്ക്കൊന്നും ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ദൈവമേ. ഓക്കെ, പിന്നീടെന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും ഈ സിറംസിൻ്റെ ഒക്കെ ആണെങ്കിലും ഏത് സിറം ആണെങ്കിലും
നിങ്ങൾ കണ്ണിനടിയിൽ ഇപ്പോൾ ഓരോ സിറം യൂസ് ചെയ്യേണ്ട ഓരോ രീതികളുണ്ട്. അതായത് വിറ്റമിൻ സി സിറം ഡ്രൈ സ്കിന്നിൽ കണ്ണിനടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലിട്ടാലേ വർക്ക് ചെയ്യുള്ളൂ. ഹൈലറോണിക് ആസിഡ് സിറം ഭയങ്കര ഒരു ചെറിയ നനവുള്ള ഒരു സ്കിന്നിലിട്ടാലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഈ സാധനം വർക്ക് ചെയ്യണം. കുറേ പേർക്ക് ഞാൻ ഈ ഹൈലറോണിക് ആസിഡ് സിറം കാണിച്ചപ്പോഴേക്കും വർക്ക് ചെയ്തില്ല, പന്ന പ്രോഡക്റ്റാണ്, പൈസ പോയി എന്നൊക്കെ പറയും. പക്ഷേ ഇത് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന പറയുമ്പോൾ ചെറിയ നനവുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വർക്ക് ചെയ്യില്ല. അങ്ങനെയാണ് ശരിക്കുള്ള രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഷൈനായിട്ട് തോന്നും. നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിൽ ആ ഒരു ഷൈൻ കാണുന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സാധനമാണ്. ഇതൊരു 5-6 കുപ്പി എൻ്റെ കയ്യിലുണ്ട്. അത്രയ്ക്കും എനിക്ക് ഫേവറേറ്റ് സാധനമാണ്. നയാസിനമൈഡ് സിറം ഡ്രൈ സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. റെറ്റിനോൾ ഡ്രൈ സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. ബെൻസോൾ പെറോക്സൈഡ് ഡ്രൈ സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഇതൊന്നും കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ, അതും കൂടെ ശ്രദ്ധിക്കാൻ നോക്കുക. അതേപോലെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഈ കുപ്പിയുടെ പുറത്തെ ഭാഗത്ത് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കാൻ നോക്കുക. കാരണം അത് ഒരു ഭയങ്കര ഹൈജീൻ്റെ ഭാഗമാണ്. നിങ്ങൾ പലരും മിസ്റ്റേക്കായിട്ടും ശ്രദ്ധിക്കാറില്ല, പക്ഷെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ നോക്കുക. അതുപോലെ സിറമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കൈ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് വെക്കാൻ നോക്കാം. കാരണം കയ്യിൽ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണവും നിങ്ങൾക്ക് ഈ സിറം വർക്ക് ചെയ്യാതെ വരാം. അതുപോലെ മുഖത്ത് ഇതാകാം. അതുപോലെ മുടി മാറ്റി വെച്ചിട്ട് സിറം അപ്ലൈ ചെയ്യാൻ നോക്കാം, അതും ഒരു ഇഷ്യൂ ആണ്. ജസ്റ്റ് ഒരു ബോ അങ്ങനെ വെച്ച് പുറകോട്ട് മാറ്റി വെച്ചാൽ മതി, താഴോട്ടിടന്ന് കെട്ടി വെക്കണം അങ്ങനെയൊന്നുമില്ല. പിന്നീട് പല്ല് തേച്ചതിന് ശേഷം മാത്രമേ സ്കിൻ കെയർ ചെയ്യൂ. കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ സ്കിൻ കെയർ ചെയ്യണം. തലയണയിൽ മുഖം വെച്ച് കിടക്കരുത്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക, ഇവിടെ നല്ല ചൂടാണ്. നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെ തണുത്ത ആഹാരങ്ങൾ കഴിക്കുക. കാരണം ചൂടുകൂരൊക്കെ വരാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. എനിക്കും കമൻറ്റ് സെക്ഷനിൽ ഞാൻ കുറേ കണ്ടത് ചൂടുകൂരൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ തണുത്തുള്ള ആഹാരം കഴിക്കുക. നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇടാം. ബോഡി സൺസ്ക്രീൻ മേടിച്ച് ബോഡിയിലും അപ്ലൈ ചെയ്യാൻ നോക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചുണ്ട് വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന കേസ് ഞാൻ ലിപ്സ്റ്റിക്കും എടുത്തുകൊണ്ട് വന്നില്ല, പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നും. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിക്കുന്നവർക്ക് ഞാൻ ഒരുപാട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ബോധമില്ല ഞാൻ ഏത് ഷെയ്ഡാണെന്നുള്ളത്. പക്ഷേ എത്രയും പെട്ടെന്ന് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും കുറേയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാനും മറക്കണ്ട കേട്ടോ. അപ്പം സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നീട് ശ്രദ്ധിക്കാമെന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിറംസ് എല്ലാം ആക്റ്റീവ്സ് ആണ്. വിറ്റമിൻ സി ആണെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിലും ഹൈലറോണിക് ആസിഡ് ആണ്, ഇതെല്ലാം ആക്റ്റീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷേ അത് യൂസ് ചെയ്യേണ്ട രീതി, ഏജ് ആണെന്നുണ്ടെങ്കിൽ ചില സിറംസ് എല്ലാം 15 വയസ്സിന് എബോവ് യൂസ് ചെയ്യാം. 15 വയസ്സിന് താഴെയുള്ളവർ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് സിറംസ് യൂസ് ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് 16, 15 വയസ്സിന് എബോവ് ഉള്ളവർക്കാണെങ്കിൽ സിറംസ് യൂസ് ചെയ്യാം. പിന്നെ ചില സിറംസ് 18 വയസ്സ്, 20 വയസ്സ്, റെറ്റിനോളൊക്കെ ആണെങ്കിൽ 20 വയസ്സിനൊക്കെ എബോവ് ആയിട്ടുള്ളവരെ യൂസ് ചെയ്യാം. എല്ലാം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. വീഡിയോ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കണ്ടിട്ടേ നിങ്ങൾ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വീഡിയോ ശ്രദ്ധിക്കാതെ പറയരുത്. എനിക്ക് നല്ല കണ്ണ് വേദന എടുക്കുന്നുണ്ട് ഗൈസ്, ഈ ലൈറ്റും കാരണം എല്ലാം കൂടെ. കണ്ണാടി അത്ര വൃത്തിയൊന്നുമില്ല, മുഖത്തെങ്കിലും വെച്ചേ പറ്റുള്ളൂ. എനിക്ക് നല്ല രീതിയിൽ കണ്ണ് വേദന എടുക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളും ഒന്നുകൂടെ കാണേണ്ട വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്താണെങ്കിലും വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റയും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. പിന്നെ പറ്റുന്നതാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ശരി, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ശരി, എങ്കിൽ ബൈ. ഇത് നമ്മുടെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. അമ്മ എന്നെ കൊല്ലാനുള്ള എല്ലാ ലക്ഷങ്ങളും അമ്മയുടെ ഫോണിൽ ഫ്ലാഷ് അടിച്ചിട്ടായിരുന്നു ഞാൻ ഇവിടെ വെച്ചിരുന്നത്. 9819 കറണ്ട് ബില്ല് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ത്യാഗമാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അമ്മ എന്നെ കൊല്ലും കഴിച്ച് ഞാൻ ഈ സാധനം ഇപ്പോൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ. എന്തായാലും എൻ്റെ ജീവന് വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അറിയിക്കുന്നു. ബൈ.